ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഫസ്റ്റ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സമൂസ ലീഫ് വെച്ച് എങ്ങനെ മുട്ട പപ്സ് ഉണ്ടാക്കാം എന്നാണ് പരീക്ഷിച്ച് നോക്കിയിരുന്നത്. അങ്ങനെ കുറച്ച് ആളുകൾ സമൂസ ലീഫ് ഇരിക്കുമോ, സമൂസ പിള്ളേരൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞാനൊരു ഐഡിയ നോക്കിയതാണ്, പപ്സ് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുട്ട വേവാനായിട്ട് വെച്ച് ഉപ്പൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തോടൊക്കെ ഇളകി വരുമെന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് സവാളയും പോരാൻ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് ഒരു ബ്രൗൺ നിറമാകണം. ആ ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമുക്ക് ഇത് പൊടി ഐറ്റംസൊക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടുമെന്നൊക്കെ കേൾക്കാമല്ലോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അപ്പോഴത്തേക്ക് മുട്ട നോക്കി മൊത്തം പൊട്ടിയൊരു പരുവായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലക്കൂട്ടിടാം. മസാലക്കൂട്ട് ഇട്ടതിന് ശേഷം നാരങ്ങ നീര്, നമ്മൾ തക്കാളിയൊക്കെ ചേർക്കത്തില്ല, അതിന് പകരമായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ നാരങ്ങ ചേർത്തത്. പിന്നെ കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുവാണ്, എന്ന് വെച്ചാൽ മോള് എരിവൊന്നും കൂട്ടത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. സാധാ നമ്മൾ കൂട്ട് റെഡിയാക്കുന്ന കണക്കല്ല ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പകരം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മുട്ടയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലീഫ് എടുത്ത് ലീഫിലേക്ക് നമുക്ക് ഈ മുട്ട ചെറുതായിട്ട് തൂവി കൊടുക്കാം. മുട്ടയ്ക്കകത്ത് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം സ്പെഷ്യലായിട്ടുള്ള ഉണ്ടല്ലോ, അത് നമുക്കറിയാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഡിയാകുമ്പോൾ അറിയണ്ടേ. അങ്ങനെ നമ്മൾ ഓവനിലാണ് റെഡിയാക്കുന്നത്. സമൂസ ലീഫ് ആയതുകൊണ്ട് ഓവനിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം, എന്ന് വെച്ചാൽ ടൈം ഒരുപാട് എടുക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് ഈ മുട്ടയെല്ലാം തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രെഡിൻ്റെ ഒരു ഫങ്ഷനിലാണ് 5 മിനിറ്റ് വെച്ച് അങ്ങനെ 10 മിനിറ്റ് ടൈമിലാണ് ഞാനത് റെഡിയാക്കി എടുത്തത്. ഫുള്ളായിട്ട് ഒരുമിച്ച് റെഡിയാക്കാൻ പറ്റത്തില്ല, 4 വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഈ മുട്ടയെല്ലാം തൂവി അങ്ങനെ ഒരുവിധം മുട്ട പപ്സ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ ഫോണിലെ ചെറിയ ഇഷ്യൂസ് കാരണം അങ്ങനെ അതൊക്കെ പോയി. ഇപ്പം വീണ്ടും പുതിയൊരു ചാനൽ തുടങ്ങിയതാണിത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മുട്ട പപ്സ് അങ്ങനെ റെഡിയായി. നമ്മുടെ മാധൂസ് ആണിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അവൻ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.